അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിൽ എതിർപ്പുമായി മകൾ ആശ ലോറൻസ്. മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടുകൊടുക്കുന്ന തീരുമാനം പാർട്ടിയുടേതാണ്. തീരുമാനമെടുത്തത് കുടുംബത്തിന്റെ സമ്മതമില്ലാതെയെന്നും ആശ ലോറൻസ് ജനൻ TVയോട് പറഞ്ഞു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, നാളെയാണ് MM ലോറൻസിന്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള CPMന്റെ തീരുമാനം. പക്ഷേ MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഫേസ്ബുക്കിലും കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ സമ്മതമില്ലാതെയാണ് പാർട്ടി ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് MM ലോറൻസിൻ്റെ ആഗ്രഹമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് വേണ്ടി വന്നാൽ തടയും, നിയമപരമായി നേരിടും എന്നാണല്ലോ ആശ ലോറൻസ് പറയുന്നത്. കിരൺ കുമാർ. വിനോദ്, CPMന്റെ ചതി അത് MM ലോറൻസിന്റെ അവസാന നിമിഷവും MM ലോറൻസിനോട് തുടർന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ആശ ലോറൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം നാളെ മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനായിട്ട് വിട്ടു നൽകും എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് കുടുംബത്തോട് ആലോചിക്കാതെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ആശ ലോറൻസ് ഉന്നയിക്കുന്നത്. ഇദ്ദേഹം ഒരിക്കൽ പോലും, അതായത് MM ലോറൻസ് ഒരിക്കൽ പോലും തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. മക്കളായ തങ്ങളോട് ആരോടും തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പാർട്ടി ഇടപെട്ടുകൊണ്ട് ഇതിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനം CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നാളെ ഇത് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെ ഇവർ ചോദ്യം ചെയ്യും. നാളെ പള്ളിയിൽ തന്നെ അടക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. അത് ലംഘിച്ചുകൊണ്ട് CPM തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ആശ ലോറൻസ് വ്യക്തമാക്കിയുണ്ടായിരുന്നു. MM ലോറൻസ് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ഒരിക്കൽ പോലും ഈ മതവിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ പോലും അദ്ദേഹം എല്ലാ സമയങ്ങളിലും ഇത്തരം വിശ്വാസ കാര്യങ്ങളോട് പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കല്യാണം മതാചാര പ്രകാരമായിരുന്നു. മാത്രമല്ല മക്കളുടെയും പേരക്കുട്ടികളുടെ അടക്കമുള്ള പരിപാടികൾ, മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ മരണവും പള്ളിയിലാണ് അടക്കിയിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാലത്തും ഇത്തരത്തിൽ മതവിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാതിരുന്ന MM ലോറൻസിന്റെ അവസാന നിമിഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും ആശ ലോറൻസ് ഉന്നയിക്കുന്നത്. ഈ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പലപ്പോഴും താനും മക്കളായിട്ടുള്ള തങ്ങളും ഒപ്പം തന്നെ ഈ MM ലോറൻസിനെ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അടക്കം ഇദ്ദേഹത്തിന് ബൈബിൾ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. അന്ത്യകൂദാശ നടത്തുന്ന ഒരു കാര്യം കൂടി കിരൺ കുമാർ, ഒരു കാര്യം കൂടി, നാളെയാണല്ലോ മൃതദേഹം വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി നാളെ ഇതൊരു തർക്കത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ കിരൺ കുമാർ? തീർച്ചയായിട്ടും വിനോദ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം നാളെ രാവിലെ 9 മണി മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള ലെനിൻ സെന്ററിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വൈകിട്ട് 4 മണിയോടുകൂടി കൈമാറും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മകൾ തന്നെ രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം, കുടുംബത്തിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ സംഘർഷത്തിലേക്ക് കടക്കും എന്ന് തന്നെ വേണം കരുതാൻ. മൂത്ത മകനെ പാർട്ടി അടിമയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ആശ ലോറൻസ് ഉന്നയിക്കുന്നത്. മക്കളായിട്ടുള്ള മറ്റ് ആളുകളോടൊന്നും തന്നെ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യുന്നില്ല. മൂത്ത മകനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. അത് തങ്ങളുടെ അപ്പന്റെ മരണശേഷമുള്ള ക്രിയകളിൽ ഈ ഒരു ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായും വളരെ വ്യക്തമാണ്. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള CPM തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് മകൾ ആശ ലോറൻസ് പറയുന്നത്. അത് പാർട്ടി ഏകപക്ഷീയമായി കൈക്കൊണ്ടതാണ്, കുടുംബത്തിൻ്റെ തീരുമാനമല്ല. അങ്ങനെയെങ്കിൽ അതിനെ തടയും എന്നുള്ള വിവരങ്ങളാണ് ആശ ലോറൻസ് പങ്കുവെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ.